ഒരിക്കൽ എന്നോടൊരാൾ പറയാണ്, ഈ മ്യൂസിക്കും പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് വേറൊരവസ്ഥയാണ്. നമ്മൾ ദിക്റിലുമ്പോഴും അല്ലെങ്കിൽ മജ്ലിസിലിരിക്കുമ്പോഴും മറക്കല്ല. അപ്പോൾ നമുക്ക് ചിന്തയൊക്കെ വേറൊരു അവസ്ഥയിലാണ് ഉണ്ടാകുക. പാട്ട് കേൾക്കുമ്പോൾ സിനിമ പാട്ടൊക്കെ ഇങ്ങനെ ഇതൊരു പെണ്ണിനോട് പറഞ്ഞാണ്. അങ്ങനെ തന്നെയല്ലേ ഹദീസിലുള്ളത്. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ മ്യൂസിക് ആസ്വദിച്ച് പോകണേ അവൻ്റെ കൂടെ ജയിത്തുണ്ടാവും, ദിക്റ് ചൊല്ലിങ്ങനെ പോകണേ അവൻ്റെ ഒപ്പം മലക്കും ഉണ്ടാവും. കിടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പാട്ട് കേട്ട് കിടക്കുകയാണെങ്കിൽ, പാട്ട് പറഞ്ഞാൽ ഹറാമായ മ്യൂസിക്കോട് കൂടുതലുള്ള കേൾക്കുകയാണെങ്കിൽ അവരുടെ ഒപ്പം ചെയ്ത്താനും ഒപ്പം കിടക്കാണ്ടാകുക. ദിക്റൊക്കെ ചൊല്ലുകയാണെങ്കിൽ ആരുണ്ടാവും. അതിനല്ലേ പോളും പറഞ്ഞു, അതിനെ റസൂലും പറഞ്ഞു. ഇപ്പോൾ പല ഡൗട്ടുകളാണ് ആളുകൾക്ക്. ഒരാൾ ചോദിച്ചത് എന്താണെന്നറിയോ, തിന്മകളൊക്കെ തൂക്കിയപ്പോൾ അവൻ്റെ നന്മ തൂങ്ങി. ഒരു 60% നന്മയാണ്, 40% ഏതുണ്ട്, പിന്നെ അതിനടി കിട്ടുമോ, അതിന് നരകത്ത് പോകേണ്ടി വരുമോ, വലത്തേ കയ്യിൽ കിതാബ് കിട്ടീന് ഉഷാറൊക്കെ ആയിട്ട് നന്മയൊക്കെ തൂങ്ങിക്കണ, ഇങ്ങനെയൊക്കെ സംശയമാണ് ആളുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്മ തൂങ്ങിക്കഴിഞ്ഞാൽ അമ്മാമൻ സകുലത്ത് മവാസിനു ഫോഫി ഈശത്തി റാലിയ എന്നാണ് പറഞ്ഞു. സംതൃപ്തമായ ജീവിതത്തിലാണ് നന്മ തൂങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ആ തിന്മകളൊക്കെ ഒരു വർഷം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവും, തിന്മ തൗബ ചെയ്തിട്ട് അതുകൊണ്ടേ കാര്യം നന്മ തൂങ്ങിയിട്ടുണ്ടാകുക. പിന്നെ ഒരാൾ 40% നന്മ ചെയ്തുകണം, 60 തിന്മയാണ് ചെയ്തത്. ഓൻ്റെതാണ് ഏത് തൂങ്ങുക, തിന്മൻ്റെ തട്ട്, നന്മ തൂങ്ങൂല. ഓൻ നരകത്തിലൊക്കെ പോയി അടിയൊക്കെ കൊണ്ടിട്ട് പിന്നെ ലാസ്റ്റ് എടുക്കുക വരുള്ളൂ, സ്വർഗത്തേക്ക്. പിന്നൊരു കൂട്ടരുണ്ട് മൈദനാജി, 50 നിൽക്കുന്ന ആളുകൾ. ഓലാണ് നിങ്ങൾ പറഞ്ഞ അറാഫിലൊക്കെ അതൊക്കെ പറഞ്ഞിടത്തുനിന്ന് ലാക്കിയാൽ മറുപടി. 4 ഐറ്റം മുഅ്മിനീങ്ങളുണ്ട് ശരിക്കും. പിന്നെ നരകത്തേക്ക് പോകാതെ കുറേ നേരം അറാഫൊന്നും മതിലിങ്ങനെ കടന്നാണ്ട് ലാസ്റ്റ് സ്വർഗത്തേക്ക് പോകുന്ന കൂട്ടരുണ്ട്. നരകക്കാരും കാണുമല്ലോ, സ്വർഗ്ഗക്കാരും ഇങ്ങനെ കണ്ടിങ്ങനെ രണ്ടും കണ്ട് ബേജാറായി ഇങ്ങനെ അവസാനം ഇവിടെ പോകണവർ. അത് സുഹൃത്ത് അറാഫിൽ ഓരെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ അത് ഓതിയിരുന്നു, നമുക്ക് ഒരു ഒഴിവുള്ള സമയത്ത് ഓതാം. അത് 50 ഇരിക്കണമല്ലാണ്. 50 കീഴ്പ്പെട്ട് നന്മ പോകുന്ന ആളുകൾ നരകത്തിലൊക്കെ പോയിട്ട് എന്താവുള്ളൂ, സ്വർഗത്തേക്ക്. പിന്നെ അല്ലാഹു തആല അവൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ചിലപ്പോൾ ഓനെ നേരെ സ്വർഗത്തേക്ക് ആക്കി. അതൊന്നും ആർക്കും ചോദിക്കാനൊന്നും പറ്റില്ല. അത് അള്ളാൻ്റെ ഇഷ്ടമാണ്. അള്ളാൻ്റെ ഏത് കർമ്മത്തിലും ഒരു ചോദ്യവുമില്ല. അതിലാണ് അല്ലാഹു തആല. അള്ളാൻ്റെ അദാലത്തിന് അപ്പോൾ പോലും അത് എതിരല്ല എന്നുള്ളതാണ്. കുറേ തെറ്റ് ചെയ്ത ഒരാളെ അള്ളാഹ് സ്വർഗത്ത് കിട്ടാൽ പോലും അല്ലാഹു തആലാൻ്റെ അദാലത്തിന് അത് എതിരല്ല. ഒരു നന്മയും ചെയ്യാത്ത ഒരാളെ സ്വർഗത്ത് കിട്ടാലും അല്ലാഹു തആല എന്നാലും നീതിമാനാണ് എന്നാണ്.